നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളൊരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കും. ഓപ്പറേഷൻ തൂഫാൻ എന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ച ആ പദ്ധതി ഉണ്ടല്ലോ, ആ ആക്ഷൻ, അതായത് മയക്കുമരുന്നിനെതിരെയുള്ള ആ ആക്ഷൻ, അത് തുടങ്ങിയിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. എന്നാൽ മുൻമന്ത്രി KT ജലീൽ സംസാരിച്ചത്, അതായത് നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ സംഗതി, അതിനും ഒരു വർഷം മുമ്പേ മുസ്ലിം സംഘടനകളുടെയൊക്കെ ചില സമ്മേളനങ്ങളും മറ്റുമൊക്കെ എല്ലാ വർഷവും നടക്കുന്ന വിസ്ഡം എന്ന സംഘടനയാണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ അവരുടെ ആവലാതികൾ, ആകുലതകൾ, അതായത് ആ പരിപാടിയിൽ പങ്കെടുത്തത് മുസ്ലിം വിഭാഗങ്ങളാണ്. അവിടെ സംസാരിച്ച KT ജലീലിൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അവിടെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നവർ, അതുപോലെ തന്നെ അതിൽ പെട്ടുപോയവർ, അതൊക്കെ മുസ്ലിം വിഭാഗമാണ് കൂടുതലും എന്ന് പറയുന്നു. അതിന് ചില ഉദാഹരണങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ആ പിടിക്കപ്പെടുന്നവരൊക്കെ മതവിദ്യാഭ്യാസം നേടിയവരാണ്, മദ്രസകളിൽ പോയിട്ടുള്ളവരാണ് എന്നുകൂടി പറയുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ ഹിന്ദു യുവാക്കൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ ഒരു രീതിയിലുള്ള മതവിദ്യാഭ്യാസവും കിട്ടാത്തവരാണ്. ഒരു ഗുരുമുഖത്തുനിന്നും അവർക്ക് മതവിദ്യാഭ്യാസം എന്നത് കിട്ടുന്നില്ല. അവരോട് ആരും പറഞ്ഞു കൊടുക്കാനില്ല, നീ ഇന്നത് ചെയ്, അല്ലെങ്കിൽ നല്ലത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ഉപദേശം കൊടുക്കാനോ നേർവഴി കാണിക്കാനോ ഒന്നും അവർക്ക് അത്തരം മതപഠനങ്ങളൊന്നും ഒരിടത്തുനിന്നും കിട്ടുന്നില്ല. എന്നിട്ടും ആ കൂട്ടർ ഇത്തരം കേസുകളിൽ വളരെ കുറവാണ്. മതപഠനം കിട്ടിയവരാണ്, നേർവഴിക്ക് നടക്കണമെന്നൊക്കെ പറഞ്ഞ് അത്ര അധ്യാപനങ്ങൾ കിട്ടിയവരാണത്രേ ഇങ്ങനെ നടക്കുന്നത് എന്ന് KT ജലീൽ അവിടെ പറഞ്ഞു. അത് സത്യമായിരുന്നു. കാരണം ഈ ഓപ്പറേഷൻ തൂഫാൻ ഇപ്പോഴാണ് തുടങ്ങിയതെങ്കിലും അത് തുടങ്ങാനുള്ള കാരണം ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് സമൂഹത്തിനെ അങ്ങ് ഉദ്ധരിച്ച് കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് തുടങ്ങിയതല്ല. മുസ്ലിം ലീഗിനോട് സ്വാധീനമുള്ള ഒരു മന്ത്രിസഭ വന്നപ്പോൾ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ചാടി ഇറങ്ങുകയും ഒടുവിൽ സ്വയം പെട്ടുപോവുകയും ചെയ്ത ഒരു സമൂഹത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ അവർക്ക് വേണ്ടി വന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയുണ്ടല്ലോ, നാർക്കോട്ടിക് ജിഹാദ്. ലെബനിലും മറ്റുമൊക്കെ നടത്തി വിജയിപ്പിച്ച്, അതായത് മുസ്ലിങ്ങളല്ലാത്ത അമുസ്ലിങ്ങളായിട്ടുള്ള കാഫറുകളെ നിഷ്ക്രിയരും അരാഷ്ട്രവാദികളുമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. കാരണം എങ്ങനെയുള്ള ആളുകളാണ് അങ്ങനെ ആവുന്നത്? മദ്യവും മയക്കുമരുന്നുമൊക്കെ അടിച്ച് സുബോധമില്ലാതെ നടക്കുമ്പോൾ നിഷ്ക്രിയരാവും, അരാഷ്ട്രവാദികളാവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഇത്തരം ആളുകളൊന്നും വോട്ട് ചെയ്യാൻ പോവില്ല. അപ്പോൾ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂടിയും വേറൊരു കൂട്ടർക്ക് ജനാധിപത്യ മാർഗത്തിലൂടെ ആദ്യം അധികാരം പിടിക്കാം, പിന്നീട് ജനാധിപത്യം തന്നെ ഇല്ലാതാക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മറ്റ് പല രാജ്യങ്ങളിലും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ മയക്കുമരുന്ന് ഈ വിഷത്തിനെ ഇറക്കി വിട്ടത്. പക്ഷേ പെട്ടുപോയത് ഇതാരാണോ ഇറക്കാൻ ശ്രമിച്ചത് അവർ തന്നെയാണ്. നമ്മൾ മറന്നിട്ടൊന്നുമില്ല, വെഞ്ഞാറമൂട് നടന്ന 6 പേരോളം കൂട്ടക്കൊല ചെയ്ത ഒരു കൊലപാതകമുണ്ട്. അതിലെ പ്രതിയും ഇരയാക്കപ്പെട്ടവരും എല്ലാം ഒരു സമുദായമായിരുന്നു. പിന്നീട് നമ്മൾ പല വാർത്തകൾ കേട്ടിട്ടുണ്ട്. ഉമ്മയെ അടിച്ചു കൊന്ന മകൻ, ബാപ്പയെ അടിച്ചു കൊന്ന മകൻ, ബാപ്പയോട് മോശമായി പെരുമാറുന്ന മകൻ, ഇങ്ങനെയുള്ള വാർത്തയിലെല്ലാം ഇരയും പ്രതിയുമൊക്കെ ആരാണ് എന്നോർക്കുക. അങ്ങനെ നിരന്തരം കേരള സമൂഹത്തിൽ നിന്ന് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന സമയത്താണ് KT ജലീലിൻ്റെ ഈ സത്യം വെളിപ്പെടുത്തൽ. ഇനി കാര്യത്തിലേക്ക് വരാം. KT ജലീൽ മുസ്ലിമാണ്, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി പറയാം, കേസൊന്നും ആവില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ആരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പോയി ചാടിക്കൊടുത്തിരിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്നും KT ജലീൽ അവിടെ പറയുന്നു. ആർക്കും ഒരു പരാതിയില്ലായിരുന്നു, അദ്ദേഹത്തിനെതിരെ ആരും കേസിനും പോയില്ല. എന്നാൽ ഇതേ കാര്യം തന്നെ RV ബാബു എന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ PDP കേസ് കൊടുത്തിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞത് ഒരു വ്യത്യാസമില്ലെന്നേ. ഇവർ രണ്ടുപേരും ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് പോലീസിൻ്റെ കണക്കിലാവട്ടെ ഇനി മറ്റു കണക്കുകളിലാവട്ടെ അത് സത്യമാണ് താനും. ഇവിടെ പിടിക്കപ്പെടുന്ന കേസുകൾ നോക്കുക, ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ്
താത്തയെന്നോ ഇത്തയെന്നോ വ്യത്യാസമില്ലാതെ ഇക്കയെന്നോ ഇത്തയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും ഇത്തരം കൂട്ടരെയാണ് പിടിക്കുന്നത്. പ്രധാനമായിട്ട് ഏത് കേസ് എടുത്തു നോക്കിയാലും അതിൽ ഒരാളെങ്കിലും ഈ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ആ സത്യമാണ് RV ബാബു പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ PDP നേതാവ് കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. അതേ കാര്യം പറഞ്ഞ KT ജലീലിനെതിരെ കേസുമില്ല. അപ്പോൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഇതെന്തുദ്ദേശിച്ചാണ് കേരള സമൂഹത്തിലേക്ക് മയക്കുമരുന്ന് ഇറക്കി വിട്ടത് എന്നതിൻ്റെ ആ പിന്നിലുള്ള കാര്യം കൂടി ആരും മറന്നു പോകരുത്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നടക്കുന്നവർ അത് ഉപയോഗിക്കാൻ പാടില്ല, പകരം മറ്റുള്ളവരെ കൊണ്ട് ഇത് കഴിപ്പിക്കണം എന്നതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ ഭാഗ്യത്തിന് ഇതിൻ്റെ വിതരണക്കാർ തന്നെ ഇത് ആദ്യം അത് രുചിച്ചു നോക്കുകയും ഒടുവിൽ അവരതിന് അടിമപ്പെടുകയും പിന്നീട് അവർ തന്നെ അവരുടെ കുടുംബങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് കൂടി സ്വാധീനം വന്നൊരു സർക്കാർ വന്നപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവേണ്ടി വന്നത്. ഇതുകൊണ്ട് സമൂഹത്തിന് കൂടെ കുറച്ച് ഗുണമുള്ളതിനാൽ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നു തൽക്കാലം. പക്ഷേ ഉദ്ദേശം ഇതായിരുന്നു എന്ന യാഥാർത്ഥ്യം പ്രബുദ്ധ മലയാളി മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ മദ്യത്തിൻ്റെ ഉപഭോഗം കുറവുള്ളൊരു സംസ്ഥാനമൊന്നുമല്ല ഇത്. ഇവിടെ യഥേഷ്ടം മദ്യം കിട്ടും, എന്തോരം ബാറുകളും ബിവറേജുമൊക്കെ ഉണ്ട്. എന്നിട്ടും ഇവിടെ ഇത്രയേറെ മയക്കുമരുന്ന് വന്ന് ചാടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അത് ആരുടെയും കളിയില്ലാതെ വരില്ല എന്നുറപ്പാണ്. പഞ്ചാബ് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, കേരളത്തിനേക്കാൾ കൂടുതൽ മദ്യം ലഭിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ അവിടെയും ഇതുപോലെ തന്നെയാണ്, ധാരാളം മയക്കുമരുന്നുണ്ട്. 1ഉം 2ഉം സ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറി നിൽക്കുന്നത് കേരളവും പഞ്ചാബുമാണ്. ഇനി നിങ്ങൾ ഗുജറാത്തിൽ നോക്കൂ, അവിടെ മദ്യ നിരോധനമാണ്. മദ്യത്തിൽ നിന്ന് 1 രൂപ പോലും വരുമാനം അവിടുത്തെ സർക്കാരിന് കിട്ടുന്നില്ല. അവിടെ നാട്ടിൻപുറങ്ങളിലും മറ്റുമൊക്കെ ഒരുപക്ഷെ ഈ വാറ്റും ചാരായവും മറ്റുമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം, കുടിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ മലയാളികളെ പോലെ അടിച്ച് കോൺ തെറ്റി ഓടയിൽ പോയി കിടക്കുന്ന, റോഡിൽ കിടക്കുന്ന യാതൊരു ദൃശ്യങ്ങളും നമ്മൾ ഗുജറാത്തിൽ നിന്നുള്ളത് കണ്ടിട്ടില്ല. ഒരു പക്ഷേ അവിടെ മദ്യം ഉണ്ടാക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട് എന്ന് തന്നെ വെക്കുക. എന്നാലും ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് ആ സാധനം കിട്ടുന്നില്ല. പക്ഷേ അവിടെ ഈ മയക്കുമരുന്ന് പ്രശ്നമില്ല. എന്നാൽ അവിടുത്തെ മുദ്ര പോർട്ടിലൂടെ ഇറക്കുന്നുണ്ട്. ആ ഇറക്കുന്നതും ഒരു പ്രത്യേക കൂട്ടരാണ്, പിടിക്കുന്നതും അവരെയാണ്. അപ്പോൾ ഇതൊക്കെ പണത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കി അതേപോലെ മുന്നോട്ട് ജീവിക്കണം. ഞാൻ പറഞ്ഞത് പിടികിട്ടിയല്ലോ അല്ലേ? ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെപ്പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല.